എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്യരുത്. അതായത് ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് എൻ്റെ യൂട്യൂബിൻ്റെ 3 മില്യൺ വ്യൂസായിട്ട് ഞാൻ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ ചേർന്നു എന്ന് പറഞ്ഞു. യൂട്യൂബിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു. അപ്പോൾ മോണിറ്റൈസേഷൻ്റെ ഫസ്റ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്കിനി അടുത്ത ഒരു 90 ദിവസത്തിനുള്ളിൽ എൻ്റെ വ്യൂസ് ഒരു 10 മില്യൺസ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എനിക്ക് കാശ് കിട്ടി തുടങ്ങും. ഇപ്പോഴും എനിക്ക് ചില സ്പെക്സിലൊക്കെ കാശ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ പലരും യൂട്യൂബ് തന്നെ പല വീഡിയോകൾ ഇതേപോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ടായിരിക്കാം നിങ്ങളൊരു പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ യാത്രയിലുണ്ടായിരുന്ന കുറച്ച് ടിപ്സ് അത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് എൻ്റെ ലക്ഷ്യം ഈ വീഡിയോയിലൂടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒക്കെ ഒന്ന് ഞെക്കി അമർത്തി കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് മടിയുള്ളൊരു വ്യക്തിയാണ്. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ എല്ലാവരും യൂട്യൂബ് ചെയ്ത് യൂട്യൂബ് റീലൊക്കെ ഇട്ട് അവർ കുറച്ച് വൈറലായിട്ടൊക്കെ പോകുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് കൂടുതലും ആൾക്കാർ ഈ യൂട്യൂബ് വീഡിയോയുമായി മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി അത് നമുക്കെല്ലാവർക്കൊന്നും ഇല്ല. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അത് ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു 1000 സബ്സ്ക്രൈബറൊന്നും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളായിരുന്നു ആദ്യ കാലങ്ങളിൽ. പക്ഷേ ഞാൻ ഈ അടുത്തിടയ്ക്കാണ്, അതായത് ഏകദേശം ഒരു 2 മാസം കൊണ്ടാണ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഷോർട്സൊക്കെ ഇട്ട് തുടങ്ങിയത്. ഷോർട്സ് ഇട്ട് തുടങ്ങി എൻ്റെ വളരെ പെട്ടെന്ന് തന്നെയാണ് എനിക്ക് എന്താ പറയുക, ഒരു ലാസ്റ്റ് ഒരു 1.5 മന്ത് കൊണ്ട് എനിക്ക് ഓൾമോസ്റ്റ് 2300 സബ്സ്ക്രൈബറായി. അതേപോലെ തന്നെ നല്ല റീച്ച് കിട്ടി തുടങ്ങി വീഡിയോയ്ക്കും കൂടുതലും റീച്ച് എനിക്ക് ഷോർട്സിനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഷോർട്സൊക്കെ എടുത്ത് നോക്കി മനസ്സിലാവും. അപ്പോൾ ഷോർട്സിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ട്രിക്സൊക്കെ ഉപയോഗിക്കണം നമ്മൾ. അതല്ലെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ വരും. എനിക്ക് ഒരെണ്ണം കിട്ടിയാണ്, ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയാണ്. അതായത് ഞാനൊരു വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓണർ ഓഫ് കോഴ്സ് അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കിന് യൂട്യൂബിൽ തന്നെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്. അത് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ ഒരു 90 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ മാറും. അത് കഴിഞ്ഞ് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ചാനൽ മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് പല ആൾക്കാരുടെയും പല വീഡിയോകൾ നിങ്ങൾ ഇതിനിടയ്ക്ക് കണ്ടിട്ടുണ്ടാവുമെന്നറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോയും കാണുന്നതെന്നും എനിക്കറിയാം. അപ്പോൾ അതിനകത്തൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള പ്രോപ്പറായിട്ടുള്ള എല്ലാ സെറ്റിങ്സും, അതായത് നിങ്ങൾ ഏത് ലൊക്കേഷനിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അതൊക്കെ വളരെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ട് നല്ല നല്ല ഷോർട്സുകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഇടണം. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈ കണ്ടിട്ടില്ല, ചില ഷോർട്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു സാധനം, ഒരു കണ്ടൻറ്റ് തന്നെ ചിലപ്പോൾ ഒരു 10 പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ചില സാധനങ്ങൾ ചിലപ്പോൾ 1 മില്യൺ 2 മില്യൺ ഒക്കെ അടിച്ചങ്ങ് പോകും. ചിലത് 3 മില്യൺ. എൻ്റെ ഒരു വീഡിയോ 3 മില്യൺ വരെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കാറില്ലേ, ഞാൻ ഇടുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ 5 വ്യൂസ്, 3 വ്യൂസ്, 10 വ്യൂസ്, ചിലപ്പോൾ 100 വ്യൂസ്, ചിലപ്പോൾ 500 വ്യൂസ്, ചിലപ്പോൾ 1000-ൽ താഴെ വ്യൂസൊക്കെ ഉണ്ടാവാറുള്ളൂ. എന്താണ് എൻ്റെ വീഡിയോ മാത്രം പോകാത്തതെന്നൊക്കെ നോക്കത്തില്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മേ ബി നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ആ വീഡിയോ നമ്മൾ ചിലപ്പോൾ എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും വാട്സപ്പിലൊക്കെ അയച്ചു തന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ സാധനം ഡയറക്റ്റ് അങ്ങ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ആ ഒരു വ്യൂസ് ഒന്നും കിട്ടാത്തത്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിക്കുക. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ CapCut എന്ന് പറയുന്നൊരു ആപ്പാണ്. അപ്പോൾ CapCut ആപ്പ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത്, കുറച്ച് ഡ്രം ചെയ്ത്, കുറച്ച് സ്പീഡൊക്കെ എല്ലാം നോക്കി സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം ഞാൻ ആ വീഡിയോയിൽ കൊണ്ടുവരും. എന്നിട്ടേ ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഷോർട്സ് ആക്ച്വലി നല്ല മൂവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ അതേ കണക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന സാധനങ്ങൾ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഒന്നും വരാൻ പാടില്ല. അതായത് നമ്മളതിനകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുമ്പോൾ കോപ്പിറൈറ്റ് വരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത കണ്ടൻറ്റ് ക്ലെയിമായി വരാത്ത സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ ഷോർട്സൊക്കെ സെറ്റാക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. പിന്നെ നമ്പർ 1 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണെങ്കിൽ നിങ്ങളായിട്ട് തന്നെ പല കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ഉചിതം. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നതും ഈ ഫ്രഷ് കണ്ടൻറ്റാണ്. മീൻസ് നമ്മൾ നമ്മുടെ ഓൺ വോയിസിൽ ചെയ്യുന്ന
കുറച്ച് ഹാസ്യങ്ങളൊക്കെ ഇടകലർന്ന ഹാസ്യങ്ങളൊക്കെ വരുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യമൊന്നും നിങ്ങൾക്ക് റീച്ച് കിട്ടില്ല, പക്ഷേ പിന്നീട് നിങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല എന്താ പറയുക, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ സാധനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ എന്താ പറയുക, നമ്മുടെ തിരക്കുകൾ കാരണം, നമ്മുടെ ജോലി കാരണങ്ങൾ, നമ്മൾ ഫുൾ ടൈം യൂട്യൂബ് ചെയ്യുന്ന ആളല്ല. എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനിടയിൽ നിന്നും കിട്ടുന്ന ലെഷർ ടൈമുകളിലാണ് നമ്മളിങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഈ യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ഉടനെ അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ടായിരുന്നു. വാട്സപ്പിൽ ഇട്ട ഉടനെ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ചോദിച്ചു, ഇതെങ്ങനെയാണ്, എന്തെങ്കിലും ഉടായ്പുണ്ടോ സബ്സ്ക്രൈബറെ കൂട്ടാൻ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നിനും ഷോർട്ട് കട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പാടില്ല. എല്ലാത്തിനും ഹാർഡ് വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട്, പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൺസിസ്റ്റൻസി, അതായത് തുടർച്ചയായിട്ട് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു വേതനം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു സബ്ജക്റ്റിനെ വെച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ഇനി ഞാൻ കണ്ടിന്യൂ വീഡിയോ ചെയ്യാനാണ് എൻ്റെയും പ്ലാൻ. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പം ഒരുവിധം മാറിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഓൺ വോയിസിലൊക്കെ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫോണാണ്, എൻ്റെ ഐഫോൺ 13 Pro Max ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതേപോലെ ഏത് ഫോണായാലും മതി, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, കുറച്ച് വെട്ടം ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം വെട്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു വിൻഡോയുടെ സൈഡിലൊക്കെ വന്നിട്ട് നെട്ടൊക്കെ ചെയ്യാം. അല്ലാത്തവർക്ക് ഒരു ലൈറ്റ് വാങ്ങി വെക്കാം, റിംഗ് ലൈറ്റൊക്കെ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു മൈക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്, ഇതാണ് എൻ്റെ മൈക്ക്. അപ്പോൾ പലരും ഇതണക്കുള്ള മൈക്കുകൾ ഉപയോഗിക്കുന്നതിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു മൈക്ക് ഉപയോഗിക്കുക, എന്നിട്ട് ഓൺ വോയിസ് ഒക്കെ ഉള്ള വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബറൊക്കെ വന്ന് നിങ്ങൾക്കും നല്ലതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഒന്നിച്ച് തന്നെ മുന്നേറാം. ഇനിയും വീഡിയോസുകളൊക്കെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഈ വീഡിയോയുടെ നീളം ഞാനങ്ങനെ നീട്ടുന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, നമുക്ക് അടുത്ത വീഡിയോയിലും പറയാമല്ലോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.